ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് ഇവിടെ വെക്കാൻ പോകുന്നത്. അതായത് ഇവിടുത്തെ മാലിന്യങ്ങളെല്ലാം അതിനകത്ത് റെഡി ആക്കിക്കോളും. അപ്പൊ ഈ ഒരു ആറ്റിലോട്ട് തള്ളുവന്നോ റോഡിലോട്ട് തള്ളുവന്നൊന്നും പേടിക്കേണ്ട, അത്രത്തോളം ടെക്നോളജിയാണ്. ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ അതിലെ പോയപ്പോൾ കണ്ടു ചേട്ടാ, ഗംഭീരമായിരിക്കുന്നു, വളരെ വേഗത്തിൽ പണിയാണെന്ന്. ആരും കണ്ണു ദൃഷ്ടിപ്പെടണ്ട, വളരെ വേഗത്തിൽ പണി നടക്കുകയാണ്. ഒരു 6-7 മാസം കൊണ്ട് അതിന്റെ പണി പൂർത്തിയാകും. അത് പണിത് പോകുമ്പോൾ തൂണ് മാത്രം പണിഞ്ഞു പോകല്ല, താഴത്തെ നിലയിലൊക്കെ മതിൽ തിരിച്ചു കഴിഞ്ഞു. 208 കോടി രൂപയാണ്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത്, അതാണ് ഈ റോഡിന്റെ സൈഡിൽ ഈ ആറ്റ് നേരത്ത് അതാണ്ട് ഈ പണിയുന്ന ഒരു ബിൽഡിംഗ് നിങ്ങൾക്കൊരു റിസോർട്ട് ആണെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി, ഇതൊരു റിസോർട്ട് അല്ല. അതാണ്ട് നമ്മുടെ പത്തനാപുരത്തുകാരുടെ സ്വപ്ന പദ്ധതിയായ താലൂക്ക് ഹോസ്പിറ്റലിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ നേതൃത്വത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പത്തനാപുരത്തുകാരുടെ സ്വപ്ന പദ്ധതിയായ താലൂക്ക് ഹോസ്പിറ്റല് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ്ട് അപ്പൊ നമ്മുടെ പത്തനാപുരത്തുകാരുടെ സ്വപ്ന പദ്ധതിയായ ഒരു താലൂക്ക് ഹോസ്പിറ്റല് നമ്മുടെ ഗണേഷ് സാറ് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. വെറും 6 മാസം കൂടെ കഴിയുമ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് നമ്മുടെ പത്തനാപുരത്തുകാർക്ക് സ്വന്തമാവാൻ പോവുകയാണ്. ജെയിൻ കൺസ്ട്രക്ഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പണികള് നല്ല അടിപൊളിയായിട്ട് പോകുന്നവരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അത്രത്തോളം ക്വാളിറ്റിയിലും എന്താ പറയുക, അത്രത്തോളം ഫാസ്റ്റ് ആയിട്ടും 24 മണിക്കൂറും ഇവിടെ പണികൾ നടത്തിക്കൊണ്ട് അതിവേഗം, അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വലിയ പദ്ധതിക്ക് സ്വപ്ന സാക്ഷാത്കാരം നടക്കാൻ പോകുന്നത്. കേരള ചരിത്രത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ച ഒരു താലൂക്ക് ഹോസ്പിറ്റലാണ്. കേരള ചരിത്രത്തിൽ ഒരാളും ഇതുപോലെ ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടുണ്ടാവത്തില്ല. വർക്കുകൾക്ക് കാലതാമസം വരാൻ പ്ലാന്റ് തന്നെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തുകൊണ്ടാണ് അവർ വർക്ക് തുടങ്ങിയിരിക്കുന്നത്. 1,62,000 സ്ക്വയർ ഫീറ്റില് നെടുനീളത്തിൽ നമ്മുടെ പത്തനാപുരത്തുകാർക്ക് വേണ്ടിയിട്ട് താലൂക്ക് ഹോസ്പിറ്റൽ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 6 മാസം കൂടെ മാത്രം മതി നമ്മുടെ പത്തനാപുരത്തുകാർക്ക് ഈ സ്വപ്ന പദ്ധതിക്ക് അവരുടെ കൈകളിലേക്ക് എത്താൻ. ജെയിൻ ബിൽഡേഴ്സിന്റെ നേതൃത്വത്തിൽ നോക്കിയ പണികൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്ട്രക്ചർ വർക്ക് നടത്തുന്നതോടൊപ്പം തന്നെ അവര് കട്ടകെട്ട്, തേപ്പ്, ഇലക്ട്രിക് വർക്ക് എല്ലാം, അതായത് ഫിനിഷിംഗ് വർക്കോട് വരെയാണ് ഏറ്റവും താഴ്ന്ന മേലിലോട്ട് കയറി പോകുന്നത്. സാധാരണഗതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ തീർത്താണ് പിന്നെ ചെയ്യുന്നത്. പക്ഷേ ഇവരങ്ങനെയല്ല ചെയ്യുന്നത്. ഓരോ ഭാഗവും ഫിനിഷ് ചെയ്ത് പോവാം. അപ്പൊ ആദ്യത്തെ നില കഴിഞ്ഞ് നമുക്ക് നേരെ രണ്ടാമത്തെ നിലയിലോട്ട് പോവാം. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ നിലയിലോട്ട് കയറി പോവാണ്. ഇവിടുത്തെ ജെയിൻ കൺസ്ട്രക്ഷന്റെ സൂപ്പർവൈസർമാരാണ്. സേഫ്റ്റി ഹെൽമെറ്റ് വെക്കാതെ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് തന്നിട്ടുണ്ട്, അത് അടിപൊളിയായി. ഇനി എനിക്ക് മാത്രമേ തന്നെ ഇവിടുത്തെ പണിക്കാർക്ക് തന്നിട്ടുണ്ടോ നോക്കണമ്പോ പണിക്കാർ തന്നെ ഇവിടെ അടിപൊളിയായിട്ട് പണിതുകൊണ്ടിരിക്കുക. 4ഓളം ഓപ്പറേഷൻ തിയേറ്ററുകളാണ് നമ്മുടെ ഈ ഒരു താലൂക്ക് ആശുപത്രിയിൽ വരുന്നത്. ഫ്യൂച്ചറിൽ 2 എണ്ണം, അതായത് മൊത്തം 6 എണ്ണമാണ് നമ്മുടെ ഈ ഒരു പത്തനാപുരത്തുകാർക്ക് വേണ്ടി ഈ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ വരുന്ന ഓപ്പറേഷൻ തിയേറ്റർ മാത്രം. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് NICയും പിന്നെ ഡ്രോമ കെയറും, അങ്ങനെ ഒരുപാട് സ്പെഷ്യലിറ്റി, ഡയാലിസിസ് യൂണിറ്റ്, അതേപോലെ മെറ്റർനിറ്റി ഭാഗത്തുള്ള പ്രത്യേക പരിഗണനകളും സൗകര്യവും, അതേപോലെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് ഫെസിലിറ്റി വേറെ എവിടെയുണ്ട്? സെൻട്രലൈസ്ഡ് AC, വിശ്വസിക്കാൻ പറ്റുമോ? ജനറൽ വാർഡ്, IP റൂം, OP റൂം, ദന്തൽ വിഭാഗം, ഫാർമസി സ്റ്റോർ, ലോണ്ടറി ഫെസിലിറ്റി ഇവിടെ ഒരുക്കിയിരിക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുപോലെ നമ്മുടെ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറി സൗകര്യമുണ്ട് കേട്ടോ. അപ്പം അതിലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സോളാർ ഫെസിലിറ്റി ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. കറണ്ട് പോകുമെന്നുള്ള ഒരു പേടിയും വേണ്ട. ഈ ഒരു താലൂക്ക് ആശുപത്രി കാണുന്ന 6 തീരത്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഇവിടുത്തെ വേസ്റ്റ് എല്ലാം നേരെ അതിലോട്ട് തള്ളുമെന്ന്. ഒരിക്കലുമില്ല. ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് ഇവിടെ വെക്കാൻ പോകുന്നത്. അതായത് ഇവിടുത്തെ മാലിന്യങ്ങളെല്ലാം അതിനകത്ത് റെഡി ആക്കിക്കോളും. അപ്പൊ ഈ ഒരു ആറ്റിലോട്ട് തള്ളുവന്നോ റോഡിലോട്ട് തള്ളുവന്നൊന്നും പേടിക്കേണ്ട, അത്രത്തോളം ടെക്നോളജിയാണ് ഈ നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു താലൂക്ക് ആശുപത്രിയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത വെച്ചിട്ടാണ് റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ. അതായത് റോഡിൽ വന്ന നേരെ റാമ്പ് വഴി ഡയറക്റ്റ് നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് ബസ്സിൽ വന്നിറങ്ങുന്നതിന് സൗകര്യം. അവിടോട്ട് വന്നിറങ്ങി ഒരു 2 ചൂട് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് കയറി വരാം. അപ്പൊ ഏകദേശം ഒരു 6 മാസത്തിനകത്ത് കംപ്ലീറ്റ് പണിയും തീർന്ന് പത്തനാപുരത്തുകാർക്ക് വേണ്ടി അവരുടെ സ്വപ്ന പദ്ധതി തുറന്നു കൊടുക്കുന്നതാണ്. അല്ല, ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 6 സൈഡിലായിട്ട് അടിപൊളി ഒരു പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ കാണാൻ ഒരു രക്ഷയില്ലാത്ത റിസോർട്ടിനെ വലിയ താലൂക്ക് ആശുപത്രി. അപ്പം നമ്മുടെ മന്ത്രി ഇതെല്ലാം മുൻകൂട്ടി ദീർഘവീക്ഷണത്തിൽ ചെയ്തെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതായത് ആളുകൾ വന്നിരുന്നാലും റെസ്റ്റ് എടുക്കാൻ ഒരു നല്ല ഏരിയ, വണ്ടിയിൽ വന്നിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സൗകര്യം. അപ്പം അതുപോലെയുള്ള ഫെസിലിറ്റീസ്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഒരു ഹോസ്പിറ്റലിൽ വേണ്ട, ആ ഫെസിലിറ്റീസ് മൊത്തം നമ്മുടെ ഈ ഒരു താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതിന് നമ്മുടെ ഗണേഷ് കുമാർ സാറിന് ഒരു ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ.